സെൽവൻ കോതമംഗലം. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത് ചേട്ടാ? ജോൺ ബ്രിട്ടാസ് അവതാരകൻ. ഓക്കെ. ചാണകിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന നിരവധി പണ്ഡിത ശ്രേഷ്ഠന്മാരടങ്ങുന്ന സംസ്കാര സമ്പന്നരായ വിദ്യാസമ്പന്നരായ എല്ലാ മലയാളി പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അടിപൊളി, സൂപ്പർ സൂപ്പർ, നന്നായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പാട്ട് പാടാനുള്ള ഇനി സമയം. പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ. മോഹൻലാൽ. ആ, അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. മൂവാണ്ടൻ മാവേൽ വാവ ഒരു പുന്നാര തേൻ കണ്ണി താത്ത. നങ്ങേലി പശുവിൻ്റെ പാൽ വെള്ളിപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം. ഒരു കാം ഞാൻ പൊന്നോണം ചങ്ങാതി. അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. എന്റെ അടുത്ത് ലാലേട്ടൻ വന്ന് നിൽക്കുന്ന ഫീൽ തന്നെ എനിക്കുണ്ടായിരുന്നു. സൂപ്പർ. ഇനിയുണ്ടോ ചേട്ടാ പെർഫോമൻസ്? അവസാനമായിട്ട് ജാസി ഗിഫ്റ്റ്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. താഴമ്പുവോ താമരത്താറോ തേനോ തേനിലാവോ മാമഴമുത്തോ മല്ലിക്കുളന്തോ മേനോ മാറിവില്ലോ തൊട്ടുറുമിതിന്നാട്ടെ തൊട്ടാവാടി പെൺമാനെ തൊട്ടാവാടി പെൺമാനെ. മനസ്സ് കൊട്ടറ കെട്ടിനകത്തുള്ള റോജാ രാജറാണി. ലജ്ജാവതിയെ നിന്റെ കള്ളക്കിടക്കണ്ണിൽ. ലജ്ജാവതിയെ നിന്റെ കള്ളക്കിടക്കണ്ണിൽ. ഓ അടിപൊളിയായിരുന്നു ചേട്ടാ. ചേട്ടന്റെ സൗണ്ട് അല്ലാണ്ട് തന്നെ മൈക്കിൽ കൂടെ കേൾക്കാൻ സൂപ്പർ ആട്ടോ. അത് ആദ്യമേ പറയണമെന്ന് വിചാരിച്ചു, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും സന്തോഷമുണ്ട് ആ വാക്കുകൾക്ക്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഗാനം പാടാൻ ഇക്ക അനുമതി തന്നാൽ, അല്ലെങ്കിൽ പക്രുച്ചേട്ടൻ ഒരു സപ്പോർട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും. പരടിയിൽ രാജനായ ദൃശാദൻ ഗാനം നിത്യം നമ്മൾ കേൾക്കും കോമഡി ഗാനം. ദേമാവേലി കൊമ്പത്തെന്ന കാസറ്റിൻ്റെ ഗാനം. ഓണം തോറും കേൾക്കും പാരടി ഗാനം. പാരടി രാജാ നാദിഷാ കോമഡി എഴുതും നാദിഷാ. അങ്ങെന്നും പാടുന്ന പാരടി കേരള നാടിൻ്റെ കോമഡി. സിനിമയിൽ പോലും അങ്ങ് സംഗീതം ചെയ്തു. ദാസേട്ടനെ കൊണ്ടുപോലും പാട്ടു പാടിച്ചു. നിരവധി സിനിമയിൽ അഭിനയിച്ചു. പിന്നെ നിരവധി ചാനലിൽ അവതരിച്ചു. കളിയും ചിരിയുള്ള പ്രോഗ്രാമും ഈ കോമഡി മാസ്റ്റേഴ്സ് പ്രോഗ്രാമും. കോമഡിയും പാരടിയും കൂട്ടിക്കലർത്തി അത് കാസറ്റാക്കി നാട്ടിലെങ്കും നർമ്മം വിതറി. വീടി രാജപ്പൻ ചേട്ടനെ പിന്തുടർന്നു അങ്ങ് പാരടിക്കലയുടെ രാജാവായി. പൃഥ്വിരാജു മുതൽ ജയസൂര്യ വരെ അങ്ങ് പറയുന്ന പോലവർ അഭിനയിച്ചു. താങ്ക് യു, നല്ല വാക്കുകൾക്ക്. നമുക്ക് എന്തായാലും അവർക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം. സ്റ്റാർട്ടിങ് തിക്കിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. നല്ല പാട്ടുകാരനാണ്, ആദ്യം അത് പറയാം. മിമിക്രി വേദിയിലേക്ക് വരുന്ന ഒരുപാട് പേര്, ഏകദേശം 60-70% പേരും പാട്ടുകാർ കൂടിയായിരിക്കും. പാട്ടും മിമിക്രിയോട് ഒരുമിച്ചാണ്. കാരണം കുറച്ചാൾ സിംഗറായിരുന്നു. 2 ലെഗ്സും ഒടിഞ്ഞപ്പോൾ പിന്നെ ഡാൻസ് കളിക്കാൻ പറ്റാതായി. അപ്പോൾ കളം മാറ്റി മിമിക്രിയിലേക്ക് വീണ്ടും വന്നു. എങ്ങനെ പറ്റിയത്? ആക്സിഡന്റ്. അത് ഇടതുകാല് മേളിൽ നിന്ന് വീണതാ, വലതുകാല് ബൈക്ക് ആക്സിഡന്റ്. അപ്പോൾ ഈ വർഷം 25 വർഷം തികയണ കലാഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് 97 ഇറങ്ങിയതാണ്. ഇതുവരെ ഞാൻ പിന്നോട്ട് നിന്നിട്ടില്ല.
മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് വിശ്വാസം. വേറെ ഷോർട്ട് ഫിലിമൊക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഷോർട്ട് ഫിലിം അവരുടെ കഴിഞ്ഞു, ആദ്യ പാവം. ഞാൻ പറഞ്ഞ പോലെ ഇക്കാനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഒരു സിനിമ ചെയ്യണം മനസ്സിൽ, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. നടക്കട്ടെ, എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം. ഇക്ക പറഞ്ഞത് നല്ലൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞു. ഓക്കെ, അത് തീർച്ചയായിട്ടും 100%. എന്നാൽ ഞാൻ പറയുന്നത് തികഞ്ഞൊരു കലാകാരനാണെന്ന് പറയും. കാരണം അങ്ങയിൽ ഇപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പോൾ ബഹുമുഖ പ്രതിഭയാണ്. ഈ അനുകരണമാണെങ്കിലും പാട്ടാണെങ്കിലും അതുപോലെ തന്നെ എഴുത്തിനകത്തുമൊക്കെ അത്യാവശ്യം ടാലൻ്റ് ഉണ്ടെന്നുള്ളത് ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നാഷിക ദാസേട്ടനെക്കുറിച്ച് പാടി വെച്ചിരിക്കുന്നത് എന്താണോ അതിൻ്റെ വേറൊരു വേഷൻ അതിൻ്റെ ഒട്ടും ഭംഗി പോവാതെ നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. എന്തായാലും ആഗ്രഹം പോലെ തന്നെ ഈ പറഞ്ഞ പോലെ സിനിമയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു, എല്ലാ ആശംസകളും കേട്ടോ. സന്തോഷം. ഞാനിങ്ങനെ ഒരു ആസ്വാദികയായിട്ട് കേട്ടിരിക്കുകയായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഇന്നലകളെ ഇടയ്ക്ക് വന്നപ്പോൾ ചേട്ടൻ്റെ ശരിക്കുള്ള ശബ്ദം ഞങ്ങൾ കേട്ടു. ഭയങ്കര രസമായിട്ടുണ്ട്. ചേട്ടൻ നല്ലൊരു പാട്ടുകാരനും കൂടെയാണ്. അപ്പം ചേട്ടൻ്റെ ആഗ്രഹം പോലെ ഒരു ഡയറക്ടർ ആവാനൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ചേട്ടാ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ ഫ്ലോറിൽ വെച്ച് പരിചയപ്പെടാൻ പറ്റില്ല, അതിലേറെ സന്തോഷം.